ഓം കിരാതരൂപായ നമഃശിവായ. ശ്രീ കോമത്ത പരദേവതയെ ശരണം.
ശ്രീ കോമത്ത് പരദേവതാ ക്ഷേത്രം. മനംനൊന്ത് വിളിക്കുന്നവർക്ക് അനുഗ്രഹകലയോടെ വിരാജിക്കുന്ന ദേവസ്ഥാനം. തിരുനാഗക്കോട്ടയും ഭക്തസമൂഹങ്ങളും സന്നിഹിതമാകുന്ന പുണ്യക്ഷേത്രം. കടത്തനാടൻ മണ്ണിൽ ശ്രീ ലോകമലയാർക്കാവിനും കുട്ടോത്ത് ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിനും മധ്യത്തിലായി പരിലസിക്കുന്ന കിരാതമൂർത്തി ക്ഷേത്രം വടകര തിരുവള്ളൂർ റോഡിൽ ബാങ്ക് റോഡ് ബസ് സ്റ്റോപ്പിനടുത്തായി സ്ഥിതി ചെയ്യുന്നു. അനാദിയായ ഹിന്ദു പാരമ്പര്യമനുസരിച്ച് ഓരോ കുടുംബത്തിനും പരദേവതാ സങ്കല്പമുണ്ട്. കൃഷ്ണൻ, വിഷ്ണു, ശിവൻ, ദേവി, ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ് തുടങ്ങി ഏത് ദേവതാസങ്കല്പവും പരദേവതയാവാം. നമ്മുടെ കടത്തനാട് പ്രദേശത്ത് നിലവിൽ നായർ സമുദായത്തിൽ 4 തറവാടുകളിൽപ്പെട്ട കുറുപ്പന്മാരാണ് പ്രധാനികൾ. അതിൽപ്പെട്ട ചെല്ലട്ടൻ കുറുപ്പന്മാരുടെ കോമത്തുകണ്ടി ശാഖക്കാരുടെ പരദേവതയാണ് ശ്രീ കോമത്ത് പരദേവത. കോമത്ത് ക്ഷേത്രത്തിനകത്ത് പരദേവതയുടെ സങ്കല്പം 2 പീഠങ്ങളിൽ കണ്ണാടി ബിംബങ്ങളായി പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. ആലുവ തന്ത്രവിദ്യാപീഠം അധിപതിയായ തന്ത്രരത്നം അഴകത്ത് ശ്രീ ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി. പരദേവതാ സങ്കല്പം കിരാതമൂർത്തിയായും സഹായിയായി കിരാതസൂനുവുമായാണ് ശ്രീലകത്ത് വിരാജിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഇടത് ഭാഗത്തായി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രവും വലത് ഭാഗത്തായി ഗുരുസങ്കല്പവും ഉണ്ട്. ക്ഷേത്രചരിത്രം ഗുരുവിൽ നിന്ന് ആരംഭിക്കുന്നു. പരദേവതയെ ഈ പ്രദേശത്തേക്ക് ക്ഷണിച്ചു വരുത്തിയ ചെല്ലട്ടൻ കുറുപ്പ് വിഭാഗത്തിലെ കാരണവരാണ് ഗുരു. വയനാട്ടിൽ ഉദ്ദേശം 1000ഓളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രസിദ്ധനായ കായികാഭ്യാസ വിദഗ്ധനും ശ്രീ പരദേവതയുടെ തീവ്ര ഉപാസകനും പരദേവതാ ചൈതന്യത്തെ സാക്ഷാത്കരിച്ച മഹാനുമായിരുന്നു നീങ്കിലേരി ഉണിക്കേളു നായർ. യുദ്ധവിദഗ്ധനായിരുന്നു ഉണിക്കേളു നായർ. അദ്ദേഹം ഉപാസന ചെയ്ത പരദേവതാ സങ്കല്പമാണ് കോമത്ത് പ്രതിഷ്ഠ ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോമത്ത് പരദേവത ഭഗവതി ക്ഷേത്രം ഏകദേശം ഒരു 1100 കൊല്ലം പഴക്കമുള്ള ക്ഷേത്രമാണ്. അതിൻ്റെ മൂലസ്ഥാനം വയനാട്ടിലായിരുന്നു. തലച്ചിലാൻ പരദേവതയാണ് സാക്ഷാൽ ഉപാസന. പണ്ടുണ്ടായിരുന്ന ഉണിക്കേളു നായരെന്ന കാരണവരുടെ ഈ തറവാട്ട് കാരണവർ അവിടെ വയനാട്ടിൽ പോയി യുദ്ധം ചെയ്യും. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി ആരാധനാമൂർത്തിയായ പരദേവത കൂടെ പോരുകയും ഇവിടെ ഈ കോമത്ത് തറവാടിൽ ഈ കുലദൈവമായി ഈ സങ്കല്പിച്ച് കുടിയിരുത്തുകയും ചെയ്തു. ഈ തറവാടിൻ്റെ ഐശ്വര്യത്തിനും കുടുംബത്തിന് എല്ലാ ക്ഷേമത്തിനും ശ്രേയസ്സിനും വേണ്ടി പരദേവതയുടെ കുടിയിരുന്നു കൊള്ളുന്നു. ഈ കുടുംബത്തിൻ്റെ ആരാധനാമൂർത്തിയായി പരദേവതയെ ശൈവത്തിലും വൈഷ്ണവത്തിലും ഇവിടെ സങ്കല്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവതി. ആദ്യകാലത്ത് പരദേവതയുടെ ക്ഷേത്രം നിലനിന്നിരുന്നത് ഇരിങ്ങൽ പ്രദേശത്തായിരുന്നുവത്രേ. കാലക്രമത്തിൽ അത് ഇപ്പോഴുള്ള കോമത്ത് എന്ന സ്ഥലത്തേക്ക് മാറുകയാണ് ഉണ്ടായതെന്ന് അറിയുന്നു. വളരെയധികം വസ്തുവകകൾ ക്ഷേത്രത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു. കാലപ്രവാഹത്തിൽ പല കാരണങ്ങളാലും സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടുപോയി. മാത്രമല്ല, സമൂഹത്തിലുണ്ടായ സ്വന്തം സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അഭിമാനബോധമില്ലായ്മയും നായർ പരമ്പരയ്ക്കുണ്ടായ സാമ്പത്തികവും സാമൂഹികവുമായ തകർച്ചയും കോമത്ത് ക്ഷേത്രത്തെയും തകർത്തു കളഞ്ഞിരുന്നു. നിത്യവിളക്കും പൂജകളും തിറയുത്സവങ്ങളും പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്നു. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ക്ഷേത്രം തകർച്ചയിലേക്ക് നീങ്ങി. ആയിടയ്ക്ക് 1981 ചെല്ലട്ടൻ കുറുപ്പ് ശാഖയിലെ അന്തരിച്ച തെയ്യുള്ളതിൽ ഗോപാലക്കുറുപ്പിന്റെ ഉത്സാഹഫലമായി
തിറ വീണ്ടും ആരംഭിച്ചത്. ഉത്സവാരംഭത്തിനും തുടർന്നു വന്ന ക്ഷേത്ര പരിപാലനത്തിനും അന്തരിച്ച പുത്തലത്ത് കുഞ്ഞിരാമൻ നമ്പ്യാരും ഗോപാലക്കുറുപ്പിനോടൊപ്പം സജീവമായി തന്നെ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും വൃശ്ചികം 21, 22, 23 തീയതികളായിട്ടാണ് ഇവിടുത്തെ തിറയുത്സവം നടന്നു വരുന്നത്. എല്ലാ സംക്രമത്തിനും സംക്രമ പൂജയും, എല്ലാ സംക്രമത്തിനും മലയാള സംക്രമത്തിന് സംക്രമ പൂജയും, ത്രികാല സംക്രമ പൂജയും അന്നദാനം ഉണ്ടായിരുന്നു. എല്ലാ ശനിയാഴ്ചയും 3 നേരം പൂജയും ഭജനയും ഉണ്ടായിരുന്നതാണ്. വൈകുന്നേരം ഭജന. ജനങ്ങളുടെ എല്ലാവിധ സഹകരണവും ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാവാറുണ്ട്. നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണവും അമ്പലത്തിൽ നടത്തിയിട്ടുണ്ടായിട്ടുണ്ട്. ഉത്സവങ്ങളൊക്കെ നടത്തിപ്പോരുന്നു നാട്ടുകാരുടെ കൂട്ടായ്മയും. തറവാട് ക്ഷേത്രമാണെങ്കിലും നാട്ടുകാരുടെ എല്ലാവിധ സഹകരണവും ഇവിടെ കിട്ടി അണിയുന്ന തറ ഈ കടത്തനാട്ടിൽ മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്ത രീതിയിലുള്ള തറയാണ്. അത് കാണാൻ കോമത്ത് ക്ഷേത്രത്തിലെ തിറ മഹോത്സവം വൃശ്ചിക മാസം 21, 22, 23 തീയതികളിലാണ് പരമ്പരയാ നടന്നുവരുന്നത്. ഗോപാലക്കുറുപ്പിന്റെ ദേഹവിയോഗത്തിന് ശേഷവും ജീവിതാന്ത്യം വരെയും കുഞ്ഞിരാമൻ നമ്പ്യാർ ക്ഷേത്രകാര്യങ്ങളിൽ സജീവമായിരുന്നു. ക്ഷേത്ര മേൽശാന്തി 1981 മുതൽക്കേ ആറങ്ങോട്ട് ശ്രീ നാരായണൻ നമ്പൂതിരിയാണ്. ക്ഷേത്രത്തിനകത്ത് വളരെ പരിമിതമായ സൗകര്യത്തിൽ പ്രതിഷ്ഠിതമായ ഭഗവതി വിഗ്രഹം പ്രത്യേക ക്ഷേത്ര നിർമ്മാണം നടത്തി പ്രതിഷ്ഠിക്കണമെന്ന ശ്രീ വട്ടോളി അരവിന്ദാക്ഷ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന സ്വർണപ്രശ്നത്തിലെ നിർദ്ദേശാനുസരണം പ്രതിഷ്ഠാകർമ്മം 2012 മേൽപ്പറഞ്ഞ ഗോപാലക്കുറുപ്പിന്റെ മകനായ തയ്യുള്ളതിൽ ബാലകൃഷ്ണൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. ഭക്തജനങ്ങളുടെയും ഒരാളന്മാരുടെയും ആവശ്യപ്രകാരം ഒരു സ്വർണ്ണപ്രശ്നം നടത്തുകയും അതിന് പ്രകാരം ഭഗവതിക്ക് പ്രത്യേകം തന്നെ ആരാധനാലയം വേണ്ടതാണെന്ന് കാണുകയും അതിന് പ്രകാരം പുതുതായിട്ട് ഭഗവതിക്ക് വേണ്ടി ക്ഷേത്രം നിർമ്മിക്കുകയും ഇപ്പോൾ കഴിഞ്ഞ 6 വർഷത്തോളമായി എല്ലാ ശനിയാഴ്ചകളിലും ത്രികാല പൂജയും മാസസംക്രമത്തിന് അന്നദാനവും പതിവാണ്. 2017 ജനുവരി മാസം വരെ സംക്രമ പൂജയും അന്നദാനവും ബുക്ക് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ക്ഷേത്രത്തിന് സമീപത്തുള്ള ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങളോടെയാണ് അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനല്ലോ ഈ സഭയിൽ വന്ന് സജ്ജനപദം വിളക്കുന്നു.
പരദേവതാ ക്ഷേത്രം നമ്മുടെ കടത്തനാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4 കുറുപ്പന്മാരിൽ ഒരാളായ ചെല്ലട്ടൻ കുറുപ്പന്മാരുടെ തറവാട്ടിൻ്റെ പരദേവതയാണ്. ഇത് ആദ്യം ഇരിങ്ങൽ ആയിരുന്നു ക്ഷേത്രത്തിൻ്റെ ഇരിപ്പ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് അവർ തറവാട്ടുകാർ ഇങ്ങോട്ട് കൊണ്ടുപോകും ഇവിടെ ആയതാണ്. ഇതിൻ്റെ അകത്ത് കിരാതമൂർത്തി പരദേവതയോടുകൂടി കിരാത സൂന് കൂടിയുണ്ട്. അപ്പുറത്ത് ഭഗവതി, പിന്നെ അതിൻ്റെ വലത് ഭാഗത്തായിട്ട് ഗുരുവിൻ്റെ സങ്കല്പം കൂടിയുണ്ട്. പിന്നിൽ നാഗസങ്കല്പവും. ഇത്രയാണ് ഇവിടെയുള്ള സങ്കല്പങ്ങൾ. പിന്നെ മതിലിൻ്റെ പുറത്തായിട്ട് ഗുളികൻ്റെ ചെറിയൊരു സങ്കല്പം, ഒരു തിരി വെക്കുന്ന സങ്കല്പം മാത്രമാണ്. അരിഷ്ടതകളിൽ നിന്നുള്ള മോചനത്തിനും ശത്രുനാശത്തിനും വിവാഹം മുതലായ മംഗളകാര്യങ്ങൾക്കും ജീവിതമാർഗം തെളിയാനും വിദ്യാലാഭത്തിനും പരദേവതാ ഉപാസന വിശിഷ്ടമാണെന്ന് തദ്ദേശവാസികളുടെ അനുഭവമാണ്. അന്ന് വാഴ തിരുവുള്ളാർന്നിട്ടും ചാല വരികളെല്ലാം നീക്കിലേരി കോട്ട് കേക്കിലേരി വിളിക്കെഴുതാരേ ഇളയോരുവാണ് മാറുവാൻ അഴകിനാൽ ഒരു തിരുവോനില്ല എന്ന് പറയുന്നല്ലേ തിരുവളത്തൂർ ഉള്ളൂരക്കമ്മതാരപ്പിഴേ. അന്നഴകിനാൽ ഒരു തിരുവോനില്ല എന്ന് പറയുന്നല്ലേ ചെറുപളത്തൂർ ഉള്ളൂരൊക്കെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ വളരെ പഴയതായതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെയൊക്കെ ഇവിടുത്തെ വളരെ ഗുരുജനങ്ങളായിട്ടുള്ള പുത്തലത്ത് കുഞ്ഞിരാമൻ നമ്പ്യാരൊക്കെ പറഞ്ഞു കേട്ടനുസരിച്ചിട്ട് ഒരു 1500ഓളം വർഷത്തെ പഴക്കം ഇതിൻ്റെ ചരിത്രത്തിലുണ്ട്. കിരാതമൂർത്തിയുടെ വേട്ടക്കുരുമകൻ പരദേവതയുടെ വലിയ ഉപാസകനായിരുന്നു ഉണിക്കുകൾ നായർ. വയനാട്ടിലുണ്ടായിരുന്ന ഉണിക്കുകൾ നായർ എന്ന് പറഞ്ഞൊരാൾ അദ്ദേഹം ഈ വേട്ടക്കുരുമകനെ ഉപാസിക്കുകയും അങ്ങനെ അതിൽ സംപ്രീതനായിട്ടുള്ള വേട്ടക്കുരുമകൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ധാരാളമായിട്ട് ലഭിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഈ വേട്ടക്കുരുമകൻ്റെ ക്ഷേത്രവും സങ്കല്പങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടു നടക്കി. പിന്നീട് അദ്ദേഹം യുദ്ധവീരനായിരുന്ന ഈ ഉണിക്കുകൾ നായർ മരിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവരികയും അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പം, ഉണിക്കുകൾ നായരുടെ സങ്കല്പം ഈ ചെല്ലട്ടൻ എന്ന് പറയുന്ന കുറുപ്പന്മാർ ഇവിടത്തേക്ക് കൊണ്ടുവരികയും അവരുടെ അന്നത്തെ യുദ്ധം മുതലായ ആവശ്യങ്ങൾക്ക് അവരുടെ കൊയ്ത്തുകൾക്കും മറ്റും വീര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്തതാണ്. അതാണ് ഇന്നത്തെ അവസ്ഥയിൽ. തെറയുത്സവത്തിന്റെ ആദ്യ ദിവസം രാവിലെ ഗണപതി ഹവനത്തോടെ ആരംഭിക്കുന്നു. വൈകുന്നേരം തണ്ടാന്റെ നേതൃത്വത്തിൽ വെറ്റില സമർപ്പണവും അരിചാർത്തലും കൊടിയേറ്റവും നടക്കുന്നു. തുടർന്ന് പരദേവതയുടെ വെള്ളാട്ടവും നേർച്ച വെള്ളാട്ടങ്ങളുമാണ്.
അടുത്ത ദിവസമാണ് പരദേവതയുടെ തിറ അരങ്ങേറുന്നത്. അത് അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നു. ഞങ്ങളെ കുടുംബപരമായിട്ട് ഇത് ബൈക്ക് വഴി കെട്ടിപ്പോരുന്നതാണ്. ഇത് ആദ്യം കെട്ടിയിരുന്നത് എൻ്റെ മൂത്തച്ഛനാണ്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ മൂത്തച്ഛനാണ് കെട്ടി. അതിനുശേഷം എൻ്റെ അച്ഛൻ കെട്ടി. അതിനുശേഷം ഞാൻ കെട്ടി. പിന്നെ കെട്ടുന്നത് എൻ്റെ മകളുടെ മകനാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം പരിശീലനം ആവശ്യമാണ്. ഓരോ തിറയ്ക്കും പ്രത്യേകം കർമ്മങ്ങളും അതിൻ്റെ തോറ്റങ്ങളും ആട്ടങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ ഇതിനും പ്രത്യേകമായിട്ടുള്ള ആട്ടങ്ങളുണ്ട്. ആ ആട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശീലിക്കണം. അപ്പം ഞങ്ങളെല്ലാം തന്നെ പരിശീലിച്ച് പോരുന്നതാണ്. അത് കണ്ട് പഠിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ പഠിപ്പിക്കുന്നുമുണ്ട്. ഞങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പഴയ ഞങ്ങളെ പൂർവികന്മാരിൽ നിന്ന് കണ്ടുപഠിച്ചതാണ്. ഇനിയുള്ള ആളുകൾ ഇന്ന് അതിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. തോറ്റത്തെ സംബന്ധിച്ചും സ്തുതിയെ സംബന്ധിച്ചും അതിൻ്റെ ആട്ടത്തെ സംബന്ധിച്ചും അതിൻ്റെ അഭിനയങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ പൊയ്ത്തിനെ സംബന്ധിച്ചും എല്ലാം തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചതിന് ശേഷം ചെയ്യാൻ പറ്റും. ഇതിൽ 23-ാം തീയതി ഉച്ചയോടെ നടന്നുവരുന്ന പ്രധാന തിറയായ നീങ്കിലേരി ഉണിക്കേളു നായരുടെ തിറ അധാർമികനായ ഒരു ശത്രുവിനെ ആയുധധാരിയായി ഉന്മൂലനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണെന്ന് തോറ്റം പാട്ടിൽ നിന്നും വ്യക്തമാവുന്നു. അതുമാത്രമല്ല, തെയ്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് കലകളുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഈ ചെണ്ട, ഇലത്താളം, കുഴൽ, ഇത് 3 വാദ്യങ്ങളാണ് ഇതിനുപയോഗിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ മുഖത്തെഴുത്ത്, ഞങ്ങൾ ആഭരണങ്ങൾ, അത് 3 കളറാണ്. ആ 3 കളറ് 3 ദൈവത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഒന്ന് ബ്രഹ്മൻ, വിഷ്ണു, ശിവൻ, ത്രിമൂർത്തികളാണ്. ബ്രഹ്മാവിൻ്റെ പേരിൽ ഉപയോഗിക്കുന്ന കളറ് വെള്ള, വിഷ്ണുവിൻ്റെ ചുവപ്പ്, ശിവൻ്റെ കറുപ്പ്, ഇങ്ങനെ 3 അതേ രൂപത്തിലുള്ള കളറുകളാണ് ഞങ്ങൾ മുഖത്തും മേലും എല്ലാം വരയ്ക്കുന്നത്. ഇത് 3 അത് നിങ്ങൾ ഈ കൊടീൻ്റെ മേലെ നോക്കിയാൽ കാണാം. ദൈവത്തിൻ്റെ അമ്പലത്തിൽ കാണുന്ന കൊടിയും മേലെ 3 കളറാണ് പ്രധാനമായിട്ടുണ്ടാകുക, വെള്ളയും കറുപ്പും ചുവപ്പും. അത് ഈ ത്രിമൂർത്തികളെ ഉദ്ദേശിച്ചാണ് ഈ കളറ് കൊടിക്ക് കൊടുക്കുന്നത്. ഇന്ന് വേറെ കളറ് കൊടുക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ 3 കളറാണ്. അപ്പം ഇതെല്ലാം തന്നെ പരിശീലിക്കാതെ ചെയ്യാൻ പറ്റില്ല. തിയറി മാത്രം പഠിച്ചുകൊണ്ട് പ്രയോഗത്തിൽ നടക്കില്ല. അതുകൊണ്ട് അത് ചെയ്ത് തന്നെ ശീലിക്കണം. താളത്തിനനുസരിച്ച് അഭിനയങ്ങളും നൃത്തങ്ങളും എല്ലാം തന്നെ ചെയ്ത് തന്നെ പഠിച്ചാലേ അത് അതിൻ്റേതായ രൂപത്തിൽ ദൈവം ഞാൻ പോയി വരമിരിക്കേണ്ടും, ആരോട് ദൈവം ഞാൻ തപസിരിക്കേണ്ടും. പാഴിയാന്ന് പകൽ വിളങ്ങും ആദിത്യനോടോ വരമിരിക്കേണ്ടത്, രാവുദിക്കും ചന്ദ്രനോടോ വരമിരിക്കേണ്ടത്.
ആയുധം ഊട്ടിയുണ്ടാക്കി കൊടുത്തത് മുടപ്പിലായി എന്ന സ്ഥലത്തെ പെരും കൊല്ലനായിരുന്നത്രേ. ഇന്നും പ്രസ്തുത പരമ്പരയിലുള്ള കൊല്ലപ്പണിക്കാരാണ് തിറ മഹോത്സവത്തിന് ആവശ്യമായ വാൾ, പരിച, കുന്തം തുടങ്ങിയവ ഓരോ തിറയോടനുബന്ധിച്ചും മിനുക്കിയും മൂർച്ച വരുത്തിയും തയ്യാറാക്കുന്നത്. കൊല്ലൻ വരവ് എന്ന ചടങ്ങ് തിറയോടനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരാരോടും വരമിരുന്നാളരം കിട്ടില്ല എന്ന് പറയുന്നല്ലേ. ചെറുപടത്തൂരും നാദി ഭഗവാൻ വിഷ്ണു അച്ഛൻ വലിക്കലും വരട്ടല്ലേ. 3 രാവും 3 പകലും വരവരിക്കുന്നേ. പാഴികാന്ന് പ്രത്യക്ഷമാകുന്നല്ലേ. ആദ്യ ഭഗവാൻ വിഷ്ണു അച്ഛന്താനിപ്പഴാം വാഴികാന്നാരാൾ നിലച്ചു പെണ്ണാൽ ഒരു വിവരടിയെ നിന്തിരുപടിയെ കുറിച്ച് തപസ് ചെയ്ത്
അധർമ്മിയായ എതിരാളിയെ ഘോരമായ പോരാട്ടത്തിൽ വധിക്കുന്നതിന്റെ കായിക കലാപരമായ സുന്ദര ആവിഷ്കാരമാണ് കൊറ. രണ്ട് വീരാത്മാക്കളുടെ അരങ്ങ് തകർക്കുന്ന പോരാട്ടത്തിന്റെ ആവിഷ്കാരം കണ്ട് അനുഭവിക്കുക തന്നെ വേണം. ഈ പരദേവത, അതായത് കിരാതസൂനുവും സഹായിയായ തലച്ചില്ലോൻ പരദേവതയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ഈ പരദേവതയുടെ തികഞ്ഞ ഉപാസകനായിരുന്നു തോറ്റത്തിൽ പറയുന്ന നീങ്കിലേരി ഉണിക്കേളു നായർ. ഉണിക്കേളു നായർ അപവാദം പറയുന്ന ശത്രുവിന്റെ അന്ത്യം വരുത്തുന്ന കഥയാണ് പിന്നീടുള്ള കുറയായി അരങ്ങേറുന്നത്. മുഴുവൻ ആളുകൾക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ശ്രീ കോമത്ത പരദേവത വിരാജിക്കുകയാണ്. ആശ്രയിക്കുന്നവരുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പി ഉയർച്ചയുടെയും അഭിവൃദ്ധിയുടെയും തലങ്ങളിലേക്ക് അവരെ നയിച്ചുകൊണ്ട്. ഓം നമഃ ശിവായ. തിളങ്ങി മണമൂറും പൂനിലാവിൽ കുന്നിമണിമാല കോർക്കും തെയ്യക്കാവ്. പൂത്തിളങ്ങി മണമൂറും പൂനിലാവിൽ കുന്നിമണിമാല കോർക്കും തെയ്യക്കാവ്. പൂക്കൈത വരമ്പിൽ കാക്കുട ചൂടി നാവേറ് പാടുന്ന പാണനാറ്. പൂക്കൈത വരമ്പിൽ കാക്കുട ചൂടി നാവേറ് പാടുന്ന പാണനാറ്. പൂത്തിളങ്ങി മണമൂറും പൂനിലാവിൽ കുന്നിമണിമാല കോർക്കും തെയ്യക്കാവ്. ചെമ്പട്ട് നെയ്യുന്നു സായം സന്ധ്യ ചങ്ങലവട്ടയേന്തി വൃശ്ചികരാവ്. ചെമ്പട്ട് നെയ്യുന്നു സായം സന്ധ്യ ചങ്ങലവട്ടയേന്തി വൃശ്ചികരാവ്. നെഞ്ചത്തും ചുണ്ടത്തും തപ്പുകൊട്ട് താളമേളം കാക്കവിളക്ക് വെച്ച് കുഞ്ഞുണ്ണൂലി. നെഞ്ചത്തും ചുണ്ടത്തും തപ്പുകൊട്ട് താളമേളം കാക്കവിളക്ക് വെച്ച് കുഞ്ഞുണ്ണൂലി. പുതിലങ്ങി മണമൂറും പൂനിലാവിൽ കുന്നിമണിമാല കോർക്കും തെയ്യക്കാവ്.
കാറ്റ് തെങ്ങോല മുടിയേന്തി ദൈവത്താറ് തങ്കച്ചിലമ്പിട്ടു കൈമണിക്കാറ്റ് തെങ്ങോല മുടിയേന്തി ദൈവത്താറ് ഉണ്ണാതുറങ്ങാതെ നോൻപ് നോറ്റാതിര തിങ്കൾ നോയമ്പ് നോറ്റ് കുഞ്ഞമ്പ്രാട്ടി ഉണ്ണാതുറങ്ങാതെ നോൻപ് നോറ്റാതിര തിങ്കൾ നോയമ്പ് നോറ്റ് കുഞ്ഞമ്പ്രാട്ടി പുതിലഞ്ഞി മണമൂറും പൂനിലാവിൽ കുന്നിമണിമാല കോക്കും തെയ്യക്കാവ് പുതിലഞ്ഞി മണമൂറും പൂനിലാവിൽ കുന്നിമണിമാല കോക്കും തെയ്യക്കാവ് പൂക്കൈത വരമ്പിൽ കാക്കുട ചൂടി നാവേറ് പാടുന്ന പാണനാര് പൂക്കൈത വരമ്പിൽ കാക്കുട ചൂടി നാവേറ് പാടുന്ന